ഇത് നിന്റെ സ്വന്തം യാത്രയാണ്. അനുഭവങ്ങളിലൂടെ സ്വയം പഠിച്ച് മുന്നോട്ട് പോകണം. അച്ഛൻ മോഹൻലാൽ നൽകിയ ഈ ഉപദേശത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് വിസ്മയ മോഹൻലാൽ ജൂഡ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. ഉള്ളിലെ ടെൻഷൻ കാരണം കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ശ്രമിച്ച തന്നോട് കാര്യങ്ങൾ കുറച്ചുകൂടി സാവധാനത്തിൽ ചെയ്യുകയെന്ന് അച്ഛൻ പറഞ്ഞത് ഷൂട്ടിംഗ് സെറ്റിൽ വലിയ സഹായമായെന്ന് വിസ്മയ തുറന്നു പറഞ്ഞു. മലയാള സിനിമയിലെ വലിയൊരു പാരമ്പര്യവും ആരാധകരുടെ വലിയ പ്രതീക്ഷകളും ചുമലിലേറ്റി ഒടുവിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ തിയേറ്റർ പരിചയത്തിൻ്റെ അനുഭവങ്ങളും അഭിനയത്തോടുള്ള കടുത്ത പ്രണയവുമാണ് കൂട്ടിനുള്ളത്. സഭാകമ്പവും അമിത ചിന്തകളും കാരണം വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം പുറത്തു പറയാൻ മടിച്ചതിനെക്കുറിച്ചും ഒടുവിൽ ആ പേടി മറികടന്ന് സിനിമയിലെത്തിയ അനുഭവവും വിസ്മയ തുറന്നു പറയുന്നു. സിനിമയിലേക്ക് ഇറങ്ങാൻ ധൈര്യം നൽകിയത് കുടുംബത്തിലെ പിന്തുണയാണെന്നും വിസ്മയ വെളിപ്പെടുത്തി. ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലയാളം പറയുക എന്നതായിരുന്നു എന്ന് വിസ്മയ പറയുന്നു. ഭാഷാപരമായ പരിമിതികളും തനിമയോടെ മലയാളം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുമായിരുന്നു അഭിനയത്തേക്കാൾ തൻ്റെ ഏറ്റവും വലിയ ആശങ്ക. ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഡയലോഗുകൾ കൃത്യമായി പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി. മലയാളം സംസാരിക്കുന്നതിലെ പരിമിതികളും തടസ്സമായി. എന്നാൽ സംവിധായകൻ ജൂഡ് ആൻ്റണിയുടെ സമീപനം കാര്യങ്ങൾ എളുപ്പമാക്കിയെന്ന് വിസ്മയ പറയുന്നു. എനിക്ക് എപ്പോഴും നാടകങ്ങളോട് ആ തിയേറ്റർ ആക്ടിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റുള്ള ആളാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ അഭിമുഖത്തിലിരിക്കുമ്പോൾ പോലും എനിക്ക് ഉള്ളിൽ വലിയ പേടിയുണ്ട്. പക്ഷേ എന്തോ ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും മാത്രമാണ് ശരിക്കും ജീവസുറ്റവളായി എനിക്ക് തോന്നാറുള്ളത്. എനിക്ക് ഇത് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് എന്ന് അപ്പോൾ ഉള്ളിൽ തോന്നും. നാടകമാണ് എൻ്റെ ലോകമെന്ന് എല്ലാവരോടും പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമയും ഒന്ന് ശ്രമിച്ചു നോക്കണമെന്ന വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് പുറത്തു പറയാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കില്ലായിരുന്നു എന്ന് മാത്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയോട് ഈ ആഗ്രഹം പറഞ്ഞു. ഒടുവിൽ ജൂഡേട്ടൻ സിനിമയിലൂടെ ഈ ഒരു അവസരം വന്നപ്പോൾ ഇത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരിക്കലുമില്ല എന്ന ചിന്തയിൽ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു.